മക്കളെ, നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററിലെ രണ്ടാമത്തെ പാർട്ടാണ് എടുക്കാൻ പോകുന്നത്. രൈൻ ബസേരേമേം എന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ ഭാഗം. എല്ലാവർക്കും ഹിന്ദി വിന്നറിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് നോക്കാം. ഹംനെ കോയി ജവാബ് നഹീം ദിയ. ഞങ്ങൾ മറുപടി ഒന്നും പറഞ്ഞില്ല. ജവാബ് മറുപടി. ഞങ്ങൾ മറുപടി ഒന്നും നൽകിയില്ല. ബഹ് ജോർ സേ ചീക്ക. അയാൾ, വഹ് അവൻ അല്ലെങ്കിൽ അയാൾ, അയാൾ ജോർ സേ ചീക്ക, അയാൾ ഉച്ചത്തിൽ നിലവിളിച്ചു. ഹം ലോഗ് ഉഡ് ബൈട്ടെ. ഞങ്ങൾ എഴുന്നേറ്റു നിന്നു. ഹം ലോഗ് ഉഡ് ബൈട്ടെ. ഞങ്ങൾ എഴുന്നേറ്റു നിന്നു. मैंने कहा जिन्होंने यह मंदिर बनवाया है उन्होंने हमें यहाँ ठहराया है. മേം ने कहा, ഞാൻ പറഞ്ഞു, ജിനോനെ യഹ് മന്ദിർ ബൻവായ ഹെ. ആരാണോ ഈ മന്ദിരം ഉണ്ടാക്കിയിരിക്കുന്നത് അവർ തന്നെയാണ് ഞങ്ങളെ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത്. യഹാ ടഹരായ ഹെ, അവർ തന്നെയാണ് ഞങ്ങളെ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. ദേഖിയെ യഹ് ദരി ആർ യഹ് ബാൽട്ടി ബി ഉനോനെ ദി ദി ഹെ. നോക്കൂ, ഈ വിരിയും, ദരി പറഞ്ഞാൽ വിരി, വിരിയെന്നും വേണമെങ്കിൽ ഇവിടെ പായ എന്നുള്ള അർത്ഥം കൂടെ എടുക്കാം കേട്ടോ. അവർക്ക് കിടക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് വിരിച്ചിട്ട് കിടക്കാനുള്ള വിരിയോ അല്ലെങ്കിൽ പായയോ. ദേഖിയെ യഹ് ദരി ആർ യഹ് ബാൽട്ടി ബി ഉനോനെ ഹി ദി ഹെ. നോക്കൂ, ഈ വിരിയും ഈ ബക്കറ്റും അവർ തന്നതാണ്. ഒന്നുകൂടെ ഒന്നിച്ചർത്ഥം പറയാം. ഹംനെ കോയി ജവാബ് നഹീ ദിയ. ഞങ്ങൾ മറുപടി ഒന്നും പറഞ്ഞില്ല. അയാൾ ഉറക്കെ നിലവിളിച്ചു. ഞങ്ങൾ എഴുന്നേറ്റിരുന്നു. ഞാൻ പറഞ്ഞു, ഈ ക്ഷേത്രം ആരാണോ പണിതിരിക്കുന്നത്, ഈ ക്ഷേത്രം പണിതവർ തന്നെയാണ് ഞങ്ങളെ ഇവിടെ താമസിപ്പിച്ചത് എന്ന് ഞാൻ പറഞ്ഞു. നോക്കൂ, ഈ പായും ഈ ബക്കറ്റും അവർ തന്നതാണ്. ഓക്കെ. ലേക്കിൻ വഹ് പാഗൽ ചോദ ഊൽ ജലൂൽ ബഖ്നെ ലഗ. ലേക്കിൻ പക്ഷേ, എന്നാൽ, ബഹ് പാഗൽ ജോദ ഊൽ ജലൂൽ ബഖ്നെ ലഗ. അയാൾ ഭ്രാന്തനെ പോലെ, പാഗൽ പറഞ്ഞ ഭ്രാന്തൻ, ഭ്രാന്തനെ പോലെ, ഭ്രാന്തൻ എങ്ങനെയാണോ അതുപോലെ ഊൽ ജലൂൽ, ഊൽ ജലൂൽ പറഞ്ഞാൽ കോലാഹലം, ഊൽ ജലൂൽ കോലാഹലം, കോലാഹലം സൃഷ്ടിക്കാൻ തുടങ്ങി. ബക്ന പറഞ്ഞാൽ പുലമ്പുക, വെറുതെ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുക, കോലാഹലം ഉണ്ടാക്കാൻ തുടങ്ങി. ആര്? ഈ ഭ്രാന്തനെ പോലെയുള്ള ഇയാൾ, ഇവരുടെ അരികിൽ വന്ന് കിടന്നു എന്ന് പറഞ്ഞല്ലോ ആ വ്യക്തി. അപ്പനെ ആപ്കോ CID ഇൻസ്പെക്ടർ ബദാനെ ലഗ. സ്വയം അയാൾ CID ഇൻസ്പെക്ടർ ആണെന്ന് പറയാൻ തുടങ്ങി. क्या समझते हो मैं सादे वेश में रहकर चारों का पता लगाता हूँ. क्या समझते हो, നിങ്ങൾക്ക് അറിയാമോ, നിങ്ങൾക്കറിയാമോ, മേ സാദേ വേഷ് മേ രഹ്കർ ചാരോം കാ ചോരോം കാ, ചോർ പറഞ്ഞ കള്ളൻ, ചോരോം കള്ളന്മാർ, ഞാൻ സാധാരണ വേഷത്തിൽ കള്ളന്മാരെ അന്വേഷിച്ചു നടക്കുന്ന CID ആണ് എന്ന് വരെ അദ്ദേഹം വെറുതെ ഇങ്ങനെ പുലമ്പാൻ തുടങ്ങി. ഉസ്കെ സവാൽ ബേസിർ പൈർക്കേതേ. അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങളെല്ലാം വെറും ചോദ്യങ്ങളായിരുന്നു. ചോദ്യങ്ങളിലൊന്നും ഒന്നുണ്ടായിരുന്നില്ല, വെറുതെയുള്ള ചോദ്യങ്ങളായിരുന്നു അയാൾ ചോദിച്ചുകൊണ്ടിരുന്നത്. ജവാബ് ന ദേത്തെ തോ ചാബുക്ക് സേ മാർനെ കി ധമക്കി ദേത്ത. അയാൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ജവാബ് ന ദേത്തേത്തോ, മറുപടി നൽകിയില്ല എങ്കിൽ, ചാബുക്ക് സേ, ചാബുക്ക് എന്ന് പറഞ്ഞാൽ ചാട്ടവാർ, ചാബുക്ക് സേ ചാട്ടവാർ കൊണ്ട് അടിക്കുമെന്ന് ധമക്കി ദേത്ത, ഭീഷണിപ്പെടുത്തി. അയാൾ വെറുതെ ഓരോ വെറും ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ആ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകിയിട്ടില്ലെങ്കിൽ ചാട്ടവാർ കൊണ്ട് അടിക്കും എന്നവരെ ഭീഷണിപ്പെടുത്തി. ഇസ്ലിയെ മേം കോയി ന കോയി ജവാബ് ദേത്താ രഹ. അതുകൊണ്ട് ഞാൻ അതിനല്ല, ഇസ്ലിയെ ഇതുകൊണ്ട് എന്ത് ചെയ്തു ഞാൻ, മേം കോയി ന കോയി ജവാബ് ദേത്താ രഹ, ഞാൻ അതിനെല്ലാം മറുപടി നൽകിക്കൊണ്ടിരുന്നു. കോയി ന കോയി ജവാബ് ദേത്താ രഹ. വഹ് ലഗാതാർ ചീക്താ ചില്ലാത്താ രഹ. അയാൾ നിരന്തരം, ലഗാതാർ നിരന്തരം, അയാൾ നിരന്തരം, ചീക്താ ചില്ലാത്താ രഹ, അലറി വിളിക്കാനും അതുപോലെ നിലവിളിക്കാനും തുടങ്ങി. അലറാനും നിലവിളിക്കാനും തുടങ്ങി. ആര്? ഈ ഭ്രാന്തൻ. ബീച്ച് ബീച്ച് മേ ഹവാ മേ ഐസേ ഹാത്ത് കുമാത്ത മാനോ ഹാത്ത് മേ കോടാ ഹോ. കോട എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ചാബുക്ക്, ചാബുക്കിനെയാണ് കോട എന്നതിൻ്റെ അർത്ഥം, അതായത് ചാട്ടവാർ. ഓക്കെ, അപ്പം എന്താ പറഞ്ഞത്?
ഇസ്ലിയെ മേ കോയി ന കോയി ജവാബ് ദേത്താ രഹ. ഇതുകൊണ്ട് ഞാൻ അതിനെല്ലാം മറുപടി നൽകിക്കൊണ്ടിരുന്നു. വഹ് ലഗാതാർ ചീക്ക്താ ചില്ലാത്ത രഹ. അയാൾ നിരന്തരം നിലവിളിക്കുകയും അതുപോലെ തന്നെ അലറി വിളിക്കുകയും ചെയ്തു. ചീക്കന പറഞ്ഞ അലറുക, ചില്ലാന നിലവിളിക്കുക. ബീച്ച് ബീച്ച് മേ ഹവാ മേ ഐസെ ഹാത്ത് കുമാത്ത മാനോ ഹാത്ത് മേ കോടാ ഹോ. ബീച്ച് ബീച്ച് എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക്, ഹവ വായുവില്, ഐസേ ഹാത്ത് കുമാത്ത ഇപ്രകാരത്തിൽ കൈ കറക്കി, ഗുമാന പറഞ്ഞാൽ കൈ ഇങ്ങനെ കറക്കുക, മാനോ തോന്നും, ഹാത്തുമേ കയ്യിൽ, കോടാഹോ കോട പറഞ്ഞാൽ ചാട്ടവാർ. അപ്പൊ ഇടയ്ക്ക് അയാൾ വായുവിൽ ഇങ്ങനെ കൈ ഇങ്ങനെ വീശാൻ തുടങ്ങി. കൈ വീശുന്നത് കണ്ടാൽ തോന്നുക എന്താണ്, കയ്യിൽ ചാട്ടവാറുണ്ടോ എന്ന് തോന്നും. കയ്യിൽ ചാട്ടവാറുണ്ടോ എന്ന് തോന്നുന്ന രീതിയിൽ അയാൾ വായുവിൽ ഇങ്ങനെ കൈ വീശാൻ തുടങ്ങി. ജബ് ഉസ്കി നാരാസഗി ബഡ് ജാത്തി തബ് ഉസ്കാ ചെഹര ക്രോധ് സെ വികൃത് ഹോ ഉഡ്താ. ജബ് എപ്പോഴാണോ അദ്ദേഹത്തിൻ്റെ ദേഷ്യം, ബഡിന വർദ്ധിക്കുക, എപ്പോഴാണോ അദ്ദേഹത്തിന് ദേഷ്യം വർദ്ധിച്ചു വന്നത്, ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മുഖം, ചേഹര മുഖം, ക്രോധ് സേ ദേഷ്യം കൊണ്ട്, വികൃത് ഹോടുത്ത വികൃതമാവാൻ തുടങ്ങി. അദ്ദേഹത്തിന് വളരെയധികം ദേഷ്യം വന്നു. ദേഷ്യം വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുഖം വികൃതമായി, ദേഷ്യം കൊണ്ട് വികൃതമായി. മേനെ അപ്പനെ ആപ്കോ കബി ഇത്തന അസഹായ് അനുഭവ് നഹി കിയാതാ. എനിക്ക് അപ്പനെ ആപ്കോ എനിക്ക് സ്വയം ഒരു കബി ഒരിക്കലും ഇങ്ങനെയുള്ളൊരു നിസ്സഹായാവസ്ഥ, നിസ്സഹായ അനുഭവം ഉണ്ടായിരുന്നില്ല. മുമ്പ് എനിക്ക് ഇങ്ങനെയൊരു നിസ്സഹായാവസ്ഥ ഉണ്ടായിട്ടില്ല എന്നാണ് ഇവിടെ ആര് പറയുന്നത്, ലേഖകൻ പറയുന്നത്. ലാച്ചാർ ഹം ഉസ്കി ഗൗംസ് രഹത്തെ രഹേ. ലാച്ചാർ നിസ്സഹായരായിട്ട്, ലാച്ചാർ പറഞ്ഞാൽ നിസ്സഹായരായിട്ട് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ഗൗംസ് സഹത്തെ രഹേ, അദ്ദേഹത്തിൻ്റെ ഭീഷണി സഹിച്ചു. ഞങ്ങൾ നിസ്സഹായരാണ് ആ സമയത്ത് അല്ലേ, നിസ്സഹായരായിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ ഭീഷണി സഹിച്ചു. പാസ് പടോസ് മേ കൈ ഗർ ദേ. അയൽപക്കത്തൊക്കെ അടുത്ത് തന്നെ അവർ താമസിച്ചത് അമ്പലത്തിലാണ് അല്ലേ. അമ്പലത്തിൻ്റെ അരികിലായിട്ട് തന്നെ എന്തുണ്ടായിരുന്നു, കൈ ഗർദേ ഒരുപാട് വീടുകളൊക്കെ ഉണ്ടായിരുന്നു. ഹമാരി സഹായതാ കേലിയെ ക്യോം കോയി ആ നെഹീം രഹ. ഹമാരി സഹായതാ കേലിയെ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി എന്തുകൊണ്ട് ആരും വന്നില്ല എന്നാണ് ലേഖകൻ ചിന്തിക്കുന്നത്. ലേഖകൻ പറയാണ്, ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി എന്തുകൊണ്ട് ആരും വന്നില്ല. क्या कोई समझता नहीं कि हमारे साथ क्या हो रहा है. എന്താ അവർക്ക് മനസ്സിലായിട്ടില്ലേ, സമജ്താ നഹി കി ഹമാരേ സാത്ത് ക്യാ ഹോ രഹാ ഹൈ, ഞങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ലേ, അതുകൊണ്ടാണോ അവരാരും സഹായത്തിന് വരാതിരുന്നത് എന്ന് ചോദിക്കുകയാണ് ലേഖകൻ. ഐസാ ലഗ്താ മാനോ യഹ് രാത്ത് കബി ഗത്മ നഹി ഹോഗാ. എങ്ങനെ തോന്നി, ലേഖകൻ എങ്ങനെയാ തോന്നിയത്, മാനോ യഹ് രാത്ത് കബി ഗത്മ ഹി നഹി ഹോഗി, ഈ രാത്രി അവസാനിക്കുകയില്ല എന്ന് തോന്നി. ഈ രാത്രി അവസാനിക്കുന്നില്ല അല്ലേ. എന്താ പറയുക, ആ ഭ്രാന്തനായിട്ടുള്ള ആൾ വന്നിട്ട് ഇവിടെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ആ രാത്രി സമയം അവർക്ക് എങ്ങനെയാ തോന്നുന്നത്, ഈ രാത്രി അവസാനിക്കുന്നില്ലേ, ഇതൊരു അവസാനിക്കാത്ത രാത്രിയാണോ എന്ന് വരെ അവർക്ക് തോന്നിപ്പോയി. തബി ഉസ്കാ ധ്യാൻ കോനെ മേ രഗേ ഹമാരെ സാമാൻ കി ഓർ ഗയ. തബി അപ്പോൾ, ഉസ്ക അയാളുടെ, ധ്യാൻ ശ്രദ്ധ, കോനെ മേ രഗേ മൂലയിൽ കോർണറിൽ വെച്ചിട്ടുള്ള, ഹമാരെ സാമാൻ കി ഓർ ഗയ ഞങ്ങളുടെ സാധനങ്ങളിലേക്കായി. ഇതിനിടയ്ക്ക് അയാളുടെ ശ്രദ്ധ എങ്ങോട്ട് പോയി, ഞങ്ങൾ അവിടെ ആ റൂമിൻ്റെ മൂലക്കൽ വെച്ചിട്ടുള്ള ഞങ്ങളുടെ സാധനങ്ങളിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പോയത്. ഇസ്മേ ക്യാ ഹേ, എന്നിട്ട് അദ്ദേഹം എന്താ ചോദിക്കുന്നത്, ഇസ്മേ ക്യാ ഹേ ഇതിലെന്താണ്, മുജെ ഇസ്കി തലാശി ലേനി ഹോഗി, എനിക്കിതൊന്ന് അന്വേഷിക്കണം, ഇതിലെന്താണുള്ളതെന്നൊന്ന് എനിക്ക് അറിയണം, എനിക്കിത് അന്വേഷിക്കണമെന്ന് അയാൾ പറഞ്ഞു. പരിശോധിക്കേണ്ടതുണ്ട് എന്ന് പറയാണ്, എനിക്കിത് പരിശോധിക്കണം എന്ന് പറഞ്ഞു. മുझे ചിന്ത ഹുയി ഉസ്മേ സബ്ജി കാട്ടനെ കാ ചാക്കു ബീത. എനിക്ക് ഓർമ്മ വന്നു, അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ലേഖകൻ ഓർമ്മ വന്നു. എന്താണ് ഓർമ്മ വന്ന കാര്യം, ഉസ്മേ സബ്ജി കാട്ടനെ കാ ചാക്കു ബീത, അതിൽ സബ്ജി കാട്ടണ, സബ്ജി പറഞ്ഞാൽ പച്ചക്കറി മുറിക്കാൻ വേണ്ടിയിട്ട്, കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ചാക്കു, കത്തി കൂടി അതിലുണ്ടായിരുന്നു. അവരുടെ കുറച്ച് സാധനങ്ങൾ അവിടെ ഉണ്ടെങ്കിലും അതിൻ്റെ കൂടെ ആ പെട്ടിയിൽ എന്തുണ്ട്, ചാക്കു, അതിൻ്റെ കൂടെ ഒരു കത്തി കൂടെ ഉണ്ടായിരുന്നു. കഹിയം വഹു ഉസ്കെ ഹാത്ത് ലഗ് ഗയാത്തോ.
അത് അയാളുടെ കൈകളിൽ എവിടെയെങ്കിലും കൊണ്ടാൽ, അയാൾ ആ സാധനങ്ങളൊക്കെ തിരയുന്ന സമയത്ത് ആ കത്തി അയാളുടെ കൈകളിൽ എവിടെയെങ്കിലും കൊണ്ടാലോ എന്ന് ലേഖകൻ ഓർക്കുകയാണ്. മേരെ ഭീത്തർ ബൈക്കി ഏക്ക് ഹിലോർ സി ഉടി, എൻ്റെ ഉള്ളിൽ ഭയത്തിൻ്റെ ഒരു തരംഗം ഉയർന്നു. ഞാൻ ആകെ ഭയപ്പെട്ടു. എൻ്റെ ഉള്ളിൽ എന്തുണ്ടായി? ഭയത്തിൻ്റെ ഒരു തരംഗം, ഭയത്തിൻ്റെ ഒരു തിര ഉയരാൻ തുടങ്ങി. ഉസ്നെ ഹമാര പിട്ടു ഗോല, അയാൾ ഞങ്ങളുടെ പിട്ടു പറഞ്ഞ പെട്ടി, ഞങ്ങളുടെ പെട്ടി അയാൾ തുറന്നു. ഗോല തുറന്നു. ഏക്ക് ചീസ് നികാൽ കർ ഫേങ്കിനെ ലഗ, ഓരോരോ വസ്തുക്കൾ എടുത്തിട്ട്, അവർ പെട്ടിയിൽ അടുക്കി പെറുക്കി വെച്ചിരുന്ന അവരുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഫേങ്കിനെ ലഗ, എറിയാൻ തുടങ്ങി. ഫേങ്കിന എറിയുക. മേം ദം സാദെ ഉസ്കി ഹർ ഗതിവിധി കോ ദേഖ്താ രഹ, മേം ദം സാദെ പറഞ്ഞാൽ ശ്വാസമടക്കി, ഞാൻ ശ്വാസമടക്കി. ദം സാദെ ശ്വാസമടക്കി, ഞാൻ ശ്വാസമടക്കി പിടിച്ചുകൊണ്ട് ഉസ്കി ഹർ ഗതിവിധി കോ ദേഖ്താ രഹ, അയാളുടെ ഓരോ പ്രവൃത്തിയും നോക്കിക്കൊണ്ടിരുന്നു. ഡെറ്റോൾ കി ശീശി ഫർഷ് പർ ദേ മാരി, അദ്ദേഹം എന്നിട്ട് അയാൾ ആ പെട്ടിയൊക്കെ തുറന്നിട്ട് എന്താ ചെയ്യുന്നത്? ഡെറ്റോൾ കി ശീശി, ഡെറ്റോളിൻ്റെ കുപ്പി എടുത്തിട്ട് ഫർഷ് പർ ദേ മാരി, തറയിലേക്ക് എറിഞ്ഞു. ഫർഷ് പറഞ്ഞാൽ തറ. ഡെറ്റോൾ കി ശീശി, ഡെറ്റോൾ കുപ്പി, ശീശി കുപ്പി, ഡെറ്റോൾ കുപ്പി എടുത്തിട്ട് ഫർഷ് പർ ദേ മാരി, തറയിലേക്ക് എറിഞ്ഞു. ഏക്ക് ചീസ് നികാൽ കർ ഫേങ്ക് ദി, ഓരോരോ വസ്തുക്കൾ എടുത്തിട്ട് ഫേങ്ക് ദി, എറിയാൻ തുടങ്ങി. ആ പെട്ടിയിൽ അവർ വെച്ചിരുന്ന ഓരോ വസ്തുക്കൾ എടുത്തിട്ട് അയാൾ പുറത്തേക്ക് എറിയാൻ തുടങ്ങി. യഹാം തക്ക് കി ചാക്കു ബി ഫേങ്ക് ദിയ, അവിടെ വരെ എത്തി. അദ്ദേഹം ഒരു ചാക്കു, ഒരു കത്തി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ആ കത്തി എടുത്തിട്ട് എന്ത് ചെയ്തു? ഫേങ്ക് ദിയ, എറിഞ്ഞു. അന്തമേ ദോ തീൻ കിതാബെ നികാലി, അവസാനം 2-3 പുസ്തകങ്ങളാണ് അയാൾ പുറത്തേക്ക് എടുത്തത്. അവസാനം 2-3 പുസ്തകങ്ങൾ പുറത്തേക്ക് എടുത്തു. കിതാബെ നികാലി, പുസ്തകങ്ങൾ പുറത്തേക്ക് എടുത്തു. കിതാബേം ഉസ്നെ ഗോൽക്കർ ദേക്കി, കിതാബേം പുസ്തകങ്ങൾ, ഉസ്നെ ഗോൽക്കെ ദേക്കി, അദ്ദേഹം ഗോൽക്കർ ദേക്കി, തുറന്നു നോക്കി. പുസ്തകങ്ങൾ എടുത്തു, എന്നിട്ട് ആ പുസ്തകങ്ങൾ അയാൾ എന്ത് ചെയ്തു? തുറന്നു നോക്കി. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഉടനെ എങ്ങനെ എറിയാണ് ചെയ്തത് അല്ലേ? പക്ഷേ പുസ്തകം കൈ കിട്ടിയ സമയത്ത് അയാൾ എന്താ ചെയ്തത്? ആ പുസ്തകം ഒന്ന് തുറന്നു നോക്കി. ഫിർ ജോം ഹി ത്യോം വാപ്പസ് ജഗ്ദി, പിന്നെന്താ ചെയ്തത്? ഫിർ പിന്നീട്, ജോം കി ത്യോം എപ്രകാരമാണോ ഉണ്ടായിരുന്നത് അപ്രകാരം തന്നെ വാപ്പസ് ജഗ്ദി തിരികെ വെച്ചു. അയാൾ പുസ്തകം എടുത്തു, എന്നിട്ട് അതുപോലെ തന്നെ തിരിച്ചു വെച്ചു. തുറന്നു നോക്കി, എന്നിട്ട് അതുപോലെ തിരികെ വെച്ചു. ഹമാരി ഓർ മുടുക്കർ ചോട്ടു സേ ബോല, ഞങ്ങളുടെ നേരെ തിരിഞ്ഞു. അതൊക്കെ പുസ്തകമൊക്കെ എടുത്തതുപോലെ വെച്ചതിന് ശേഷം ഹമാരി ഓർ മുടുക്കർ, ഞങ്ങൾക്ക് നേരെ തിരിഞ്ഞിട്ട്, മുടുക്കർ പറഞ്ഞാൽ തിരിഞ്ഞിട്ട്, ചോട്ടു സേ ബോല, ചോട്ടുവിനോട് ചോദിക്കുകയാണ്, വാട്ട് ഈസ് യുവർ നെയിം? ചോട്ടുവിന് അവരുടെ നേരെ തിരിഞ്ഞിട്ട് ചോട്ടുവിനോടാണ് ചോദ്യം. ചോട്ടുവിനോട് എന്താ ചോദിക്കുന്നത്? വാട്ട് ഈസ് യുവർ നെയിം? ചോട്ടുവിനെ സഹമത്ത് ഹുയെ കഹാ മുझे അംഗ്രേസി നെഹിം ആത്തി. ചോട്ടു സഹമത്ത്, തലയിളക്കിക്കൊണ്ട് പറയാണ്, സമ്മതഭാവത്തിൽ തലയിളക്കിക്കൊണ്ട് എന്താ പറയുന്നത്? മുझे അംഗ്രേസി നെഹി ആത്തി, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന സമ്മതം, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് ചോട്ടു അയാളോട് പറയാണ്. ചോട്ടുവിനോട് വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിച്ചപ്പോൾ ചോട്ടു പറയാണ്, എന്താ പറയുന്നത്? എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. മുജ്സെ പൂച്ച തും ക്യാ കർത്തേ ഹോ, അപ്പം പിന്നെ എന്നോടായി ചോദ്യം. എന്നോടെന്താ ചോദിച്ചത്? അതായത് ലേഖകനോട് എന്താ ചോദിക്കുന്നത്? തും ക്യാ കർത്തേ ഹോ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? മേനെ കഹ, ഞാൻ പറഞ്ഞു, മേൻ ശിക്ഷകത, ഞാൻ അധ്യാപകനായിരുന്നു. ബച്ചോങ്കോ പഠാത്താത, കുട്ടികളെ പഠിപ്പിച്ചിരുന്നു. അബ് റിട്ടയർ ഹോഗയ, ഇപ്പോഴെന്തായി? റിട്ടയറായി. അബ് റിട്ടയർ ഹോഗയ ഹോം, ഇപ്പോൾ ഞാൻ റിട്ടയർ ആയിരിക്കുന്നു എന്ന് അയാളോട് പറഞ്ഞു. മേരി ആവാസ് സിർ ദി ലേക്കിൻ അന്തർ ഹി അന്തർ മേം ഡരാ ഹുവാദ, എൻ്റെ ശബ്ദം, ആവാസ് ശബ്ദം, എൻ്റെ ശബ്ദം, സ്ഥിർ ദി സ്ഥിർ ശാന്തം, എൻ്റെ ശബ്ദം ശാന്തമായിരുന്നു. ലേക്കിൻ അന്തർ ഹി അന്തർ മേം ഡരാ ഹുവാദ, എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് ഭയമുണ്ടായിരുന്നു. ഞാൻ അയാളോട് ശാന്തനായിട്ട് സംസാരിച്ചു, എങ്കിലും ഞാൻ ഭയത്തോടെയാണ് സംസാരിച്ചത്. എൻ്റെ ഉള്ളിൽ എന്തുണ്ടായിരുന്നു? എൻ്റെ ഉള്ളിൽ നല്ല ഭയമുണ്ടായിരുന്നു. വഹു ചുപ്പ് രഹ മാനോ കഹി ഗോ ഗയാഹോ, ഞാൻ അധ്യാപകനാണ് ആയിരുന്നു എന്ന് അദ്ദേഹത്തിനോട് മറുപടി നൽകിയില്ലേ? അപ്പം അയാൾ എന്ത് ചെയ്തു? അയാൾ നിശബ്ദനായിരുന്നു. ചുപ്പ് രഹ. മാനോ കഹി ഗോ ഗയാഹോ,
മാനോ തോന്നും, അത് കണ്ട എന്താ തോന്നുക, കഹീം ഗോ ഗയാഹോ, എന്തോ നഷ്ടപ്പെട്ടതുപോലെ അയാൾ നിശബ്ദനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. മാനോ കുച്ച് യാദ് കർ രഹാഹോ, അയാൾ എന്തോ ഓർക്കുകയാണോ എന്ന് തോന്നും. അയാൾ നിശബ്ദനായിട്ടിരിക്കുന്നത് കണ്ട എന്താ തോന്നുക, അയാൾ എന്തോ ഓർക്കുകയാണോ, അയാൾക്ക് എന്തോ നഷ്ടപ്പെട്ടതാണോ എന്നൊക്കെ തോന്നുന്ന രീതിയിൽ അയാൾ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങി. മാനോ ഉസ്കെ ഭീത്തർ കുച്ച് ആലോഡിത് ഹോ രഹാ, അയാൾ എന്തോ കാര്യം, അയാളുടെ ഉള്ളിലുള്ള എന്തോ ഒരു കാര്യം അയാൾ ചിന്തിക്കുകയാണോ, എന്തോ ഒരു ചിന്തയിലാണോ അയാൾ എന്ന് തോന്നും. കുച്ച് ക്ഷണം തക്ക് മുझे एक टक देखते रहने के बाद बोला, നിമിഷ നേരത്തിന് ശേഷം മുझे എന്നെ, ഏക്ക് ടക്ക് ദേഖന പറഞ്ഞാല് തുറിച്ചു നോക്കുക, ഏക്ക് ടക്ക് ദേഖത്തെ എന്നെ തുറിച്ചു നോക്കിക്കൊണ്ട്, ബോല പറഞ്ഞു, എന്താ പറയുന്നത്, എന്നെ കുറച്ചു നേരം അങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് അതിന് ശേഷം അയാൾ പറയാണ്, അച്ഛാ സോജാവോ, ശരി ഉറങ്ങിക്കോളൂ. എന്താ പറഞ്ഞത്, കുറച്ചു നേരം തുറച്ചു നോക്കി നിന്നിട്ട് ശരി ഉറങ്ങിക്കോളൂ. മേ സിർസേ ലേക്കർ പാവത്ത കൂട്ട്കർ സോഗയ, അത് കേട്ട ഉടനെ ലേഖകൻ എന്താ ചെയ്തത്, തല മുതൽ പാദം വരെ പുതച്ചിട്ട് അങ്ങോട്ട് ഉറങ്ങാൻ കിടന്നു. സോച്ച ഷായത് അബ് വഹ് ചലാ ജായേ, ഉറങ്ങാൻ കിടന്ന സമയത്ത് അദ്ദേഹം ചിന്തിക്കുന്നുണ്ടായിരുന്നു, ഒരു പക്ഷേ അയാൾ പോയിട്ടുണ്ടാകും എന്ന് ലേഖകൻ ചിന്തിച്ചു. ഓക്കെ, അപ്പം അതുവരെയാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ബാക്കി 3rd പാർട്ടായിട്ട് നമുക്ക് അടുത്ത് തന്നെ ഒരു വീഡിയോ ചെയ്യാം. ഈ ചെയ്ത അത്രയും ക്ലാസ്സുകൾ നമ്മൾ ഇപ്പോൾ 2 വീഡിയോ ചെയ്തു, 2 ക്ലാസ്സായിട്ട് 2 പാർട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. ആ 2 പാർട്ടും നിങ്ങൾ നിർബന്ധമായിട്ട് കാണാം. ഇനി ഇതിൻ്റെ എല്ലാ മീനിങ്, ഈ ചാപ്റ്ററിൻ്റെ മൊത്തത്തിലുള്ള മീനിങ് ഈ 3ാമത്തെ പാർട്ടും കൂടെ എടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ എല്ലാ മീനിങ്ങുകളും കൂടെ ഉള്ളൊരു വീഡിയോ ചെയ്യാം. എല്ലാവരും, നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വായിക്കുന്നത് വളരെയധികം, നിങ്ങൾ അയക്കുന്ന ഓരോ കമൻറ്റും വായിച്ച് ഞാൻ വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകൾ എന്ത് ചെയ്യണം, രേഖപ്പെടുത്തണം. ഓക്കെ.